സോ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അങ്ങനെ ഡ്യൂറൻ കപ്പിൻ്റെ ഗ്രൂപ്പ് സ്റ്റേജ് അവസാനിക്കുമ്പോൾ 7 പോയിന്റുമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഗ്രൂപ്പിൽ ഒന്നാമതായിട്ടാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. പഞ്ചാബിനും സെയിം 7 പോയിന്റ് ആണെങ്കിലും ഉയർന്ന ഗോൾ ഡിഫറൻസ് ആണ് ബ്ലാസ്റ്റേഴ്സിന് ഒന്നാമതെത്താൻ സഹായിച്ചിട്ടുള്ളത്. +15 ആണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ ഡിഫറൻസ്. ഈ സീസണിൽ ഡ്യൂറൻ കപ്പിലെ മുംബൈ സിറ്റി FC റിസർവ് ടീം, അതുപോലെ തന്നെ CAF പ്രൊട്ടക്ടേഴ്സ്, അങ്ങനെ ചെറിയ ടീമുകളെ നല്ല രീതിയിൽ പണിഷ് ചെയ്യാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിട്ടുണ്ട്. പഞ്ചാബ് FC 3 ഗോളുകൾക്ക് തോൽപ്പിച്ചിട്ടുള്ള സെയിം ടീമുകളെ 7-0, 8-0 തുടങ്ങിയ ഗോൾ മാർജിനിലാണ് ബ്ലാസ്റ്റേഴ്സ് തോൽപ്പിച്ചിട്ടുള്ളത്. ആൻഡ് ബ്ലാസ്റ്റേഴ്സിന്റെ പഴയ 4-4-2 മാറി ഇപ്പോൾ 4-3-3 കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 4-4-2 ബ്ലാസ്റ്റേഴ്സിന്റെ അറ്റാക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡ്യൂറൻ കപ്പ് ആണെങ്കിലും ഇന്ത്യൻ സൂപ്പർ ലീഗ് ആണെങ്കിലും ഇത്രയും വലിയൊരു ഗോൾ മാർജിനിലുള്ള ഒരു വിജയം നമുക്ക് ഉണ്ടായിട്ടില്ല. ഡ്യൂറൻ കപ്പിലാണെങ്കിൽ തന്നെ 5-0 ആണ് ഏറ്റവും ഹയസ്റ്റ് വിന്നിംഗ് മാർജിൻ വരുന്നത്. ISL ആണെങ്കിലും ഒരു 3-0 അല്ലെങ്കിൽ ഗോവയ്ക്കെതിരെയുള്ള ഒരു 4-2 അതിനേക്കാൾ കൂടുതൽ ഗോൾ മാർജിനിലേക്ക് പോകാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിട്ടില്ല. സോ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഈ 4-4-2 ആൻഡ് 4-3-3 ഇവർ തമ്മിലുള്ള ആ ഒരു അറ്റാക്കിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ കൂടുതൽ 4-3-3 കിട്ടുന്ന ആ ഒരു പോസിബിലിറ്റീസിനെ പറ്റിയാണ്. ഇതൊരിക്കലും മിക്കായൽ സാറ്, ഇവാൻ ഊക്കമനോസ് ഇവർ തമ്മിലുള്ള ഒരു ഡയറക്റ്റ് കമ്പാരിസൺ ആയിട്ട് തെറ്റിദ്ധരിക്കരുത്. കാരണം അതിനുള്ള സമയമായിട്ടില്ല. ഇപ്പോൾ നമുക്ക് ഡ്യൂറൻ കപ്പ് മാത്രമേ തുടങ്ങിയിട്ടുള്ളൂ. ഓൺ പേപ്പറിൽ ഈ 2 ഫോർമേഷൻസ് ഇവർ തമ്മിലുള്ള ഒരു കമ്പാരിസൺ, അത് പ്രത്യേകിച്ചും അറ്റാക്കിലെ മാത്രമുള്ള ഒരു കമ്പാരിസൺ ആണ്. ഒരിക്കൽ കൂടി നമ്മൾ ഈ ഒരു ചാനലിൽ ഒരുപാട് തവണ പറയുന്ന ഒരു കാര്യമാണ്, ഫോർമേഷനേക്കാൾ കൂടുതൽ ആ ഫോർമേഷൻ ഉപയോഗിക്കുന്ന രീതി, പ്ലേയേഴ്സിന്റെ റോളുകൾ, അവിടുത്തെ പ്ലേയേഴ്സിന്റെ കോൺട്രിബ്യൂഷൻ, അത് തീർച്ചയായിട്ടും വിജയത്തെ സ്വാധീനിക്കാറുണ്ട്. 4-4-2 ഉപയോഗിക്കുന്ന ടീമുകൾ 4-3-3 ഉപയോഗിക്കുന്ന ടീമിനെ തോൽപ്പിക്കാറുണ്ട്, തിരിച്ചു സംഭവിക്കാറുണ്ട്. സോ ഫോർമേഷൻ ആണ് എല്ലാം എന്ന് വിചാരിക്കരുത്. പക്ഷെ കുറച്ചധികം സാധ്യതകൾ ഇത്തരത്തിൽ കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഫോർമേഷന് കിട്ടാൻ ചാൻസ് ഉണ്ട്. അത് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്താൽ വിജയങ്ങളും അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് സ്വന്തമാക്കാൻ സാധിക്കും. അതിൽ നമ്മൾ ആദ്യമേ തന്നെ ഈ 2 ഫോർമേഷൻ തമ്മിലുള്ള ഡിഫറൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബാക്ക് ലൈൻ രണ്ടിനെയും സെയിം ആണെന്ന് പറയുമ്പോൾ ആ നമ്പർ വെച്ചിട്ടാണ് സെയിം. ബാക്ക് 4 പേരടങ്ങുന്ന ഒരു ബാക്കാണ്, 2 സെന്റർ ബാക്കും 2 ഫുൾ ബാക്കും. ഇപ്പോൾ 4-3-3 വരുമ്പോൾ ഫുൾ ബാക്കിന് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയുള്ള റോളും അറ്റാക്കിംഗ് ഡ്യൂട്ടീസും കൊടുക്കാറുണ്ട്. പക്ഷേ മിഡിലേക്കും സ്ട്രൈക്കിംഗ് സോണിലേക്കും വരുമ്പോഴാണ് നമുക്ക് ആ ഡിഫറൻസ് കാണുന്നത്. 4-4-2 ഒരു ഫ്ലാറ്റ് എന്ന രീതിയിൽ 4 പേരടങ്ങുന്ന ഒരു മധ്യനിര, അതിൽ തന്നെ 2 പേര് ആ ഒരു സെൻട്രൽ സ്പേസസിലായിട്ടും 2 പേര് വൈഡിലായിട്ടാണ് കാണുന്നത്, വിങ്ങേഴ്സ് ആയിട്ട്. അതേസമയം 4-3-3 വരുമ്പോൾ അവിടെ കുറച്ച് സെൻട്രലിൽ കളിക്കുന്ന 3 പേര് ഒരു ട്രയാങ്കിൾ രൂപത്തിലായിരിക്കാം, ഫ്ലാറ്റ് ആയിരിക്കാം. ബ്ലാസ്റ്റേഴ്സ് നിലവിൽ കളിക്കുന്നത് ഒരു റൊട്ടേഷൻ എന്ന രീതിയിൽ ട്രയാങ്കിളോ വി ഷേപ്പോ ആയി മാറുന്ന രീതിയിലാണ്. സോ കൂടുതലും സെൻട്രലിൽ വരുന്ന ഒരു 3 പേര്. ഇനി സ്ട്രൈക്കിംഗ് സോണിലേക്ക്, അറ്റാക്കിംഗ് തേർഡിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ അവിടെ 4-4-2 2 സെന്റർ ഫോർവേഡാണ് കളിക്കുന്നത്. അതേസമയം 4-3-3 ഒരു സിംഗിൾ ലോൺലി സ്ട്രൈക്കറും അദ്ദേഹത്തിന്റെ റൈറ്റിലും ലെഫ്റ്റിലായിട്ട് 2 വിങ്ങേഴ്സ് ആണ് മുന്നിൽ വരുന്നത്. ആൻഡ് ഇവിടെ ഈ പറഞ്ഞ പോലെ 4-3-3 അറ്റാക്കിൽ വലിയ രീതിയിലൊരു കൺട്രോളും കുറച്ചധികം അഡ്വാൻസ്ഡ് ഓപ്ഷൻസ് കിട്ടുന്നതിൽ ഏറ്റവും വലിയ ആ ഒരു സ്വാധീനം ചെലുത്തുന്ന ഫാക്ടർ എന്ന് പറയുന്നത് 4-3-3 വിങ്ങേഴ്സിന്റെ ഒരു സ്റ്റാർട്ടിംഗ് പൊസിഷനാണ്. 2 ഫോർമേഷനിലും 2 പ്രോപ്പർ വിങ്ങേഴ്സിന് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ 4-3-3 വിങ്ങർ 4-4-2 കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാർട്ടിംഗ് പൊസിഷനുള്ള 2 വിങ്ങേഴ്സ് ആണ്. ഈ ഒരു സംഭവം, ഈ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി മുന്നോട്ട് കയറി നിന്നിട്ടുള്ള ഒരു സ്റ്റാർട്ടിംഗ് പൊസിഷൻ ഇവർക്ക് കിട്ടുമ്പോൾ തന്നെ അറ്റാക്കിംഗ് തേർഡിൽ ഒരു വിട്ട് പ്രൊവൈഡ് ചെയ്യാൻ ഇവർക്ക് സാധിക്കുന്നുണ്ട്. ഈ 2 ഫോർമേഷനിലും ഈ വിങ്ങേഴ്സിലേക്ക് പന്തെത്താനുള്ള 2 കോമൺ പോസിബിലിറ്റീസ് എന്ന് പറയുന്നത്, ഒന്ന് ബിൽഡപ്പ് ആണ്, അതായത് ബാക്കിൽ നിന്ന് ബിൽഡപ്പ് ചെയ്ത് തുടങ്ങുന്ന സിറ്റുവേഷൻ. രണ്ടാമത്തേത് ട്രാൻസിഷൻ ആണ്, അതായത് ഓപ്പൺ ടീം അറ്റാക്ക് ചെയ്യുന്നു, ആ പന്ത് റിക്കവർ ചെയ്തിട്ട് വീണ്ടും അറ്റാക്കിലേക്ക് പോകുന്നു. ഈ 2 സ്റ്റേജസിലും ഈ 4-3-3 വിങ്ങറിന് കുറച്ചുകൂടി ഒരു അറ്റാക്കിംഗ് അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആയുള്ള റോളും അവർക്ക് കുറച്ചുകൂടി ഗോൾ സ്കോറിംഗ് ഓപ്പർച്യൂണിറ്റീസും തുറന്നു കിട്ടുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിൽ ആദ്യത്തേത് ബിൽഡപ്പ് സിറ്റുവേഷൻസ് ആണ്. ഈ 4-4-2 വിങ്ങേഴ്സ് ആണ്. അവിടെ ഒരു ബിൽഡപ്പ് സിറ്റുവേഷനിൽ മിഡിൽ നിന്നോ സെന്റർ ബാക്കിൽ നിന്നോ അവരിലൊക്കെ പന്ത് കിട്ടുമ്പോൾ അവരെപ്പോഴും ആ ഒരു പിച്ച് എടുക്കുകയാണെങ്കിൽ ആ ഒരു സെന്റർ സർക്കിളിനോട് ചേർന്നിട്ടായിരിക്കും അവരുടെ പൊസിഷൻ മിക്കപ്പോഴും കാണാൻ സാധിക്കുക. ഇങ്ങനെ അവർക്ക് പന്ത് കിട്ടുമ്പോൾ അവർക്ക് ടാക്കിൾ ചെയ്യേണ്ട അല്ലെങ്കിൽ മറികടക്കേണ്ട 2 ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്, ഒന്ന് ആ ടീമിന്റെ ഓപ്പോസിറ്റ് ടീമിന്റെ മിഡും, രണ്ടാമത്തേതാണ് ആ ഒരു ഓപ്പോസിറ്റ് ടീമിന്റെ ഡിഫൻസീവ് ലൈനും വരുന്നത്. ഇവരിലേക്ക് പന്ത് എത്തുമ്പോൾ ഇവർക്ക് ആദ്യമേ തന്നെ മറികടക്കേണ്ടത് ആ ഒരു മിഡിനെ ആയിരിക്കും. ആൻഡ് അതുപോലെ തന്നെ കുറച്ചധികം സ്പേസ് കൂടുതൽ ഇവർക്ക് കവർ ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ മുന്നിലേക്ക് പോയി ക്രോസ് കൊടുക്കാനാണെങ്കിൽ ആ ഒരു സെന്റർ തൊട്ട് ഇപ്പുറത്തെ ബോക്സ് വരെ അവർക്ക് പന്തുമായിട്ട് ട്രാവൽ ചെയ്യേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഫാക്ടർ, ഇൻസൈഡിലേക്ക് പോകാനുള്ള ഓപ്ഷൻസ് കുറവായിരിക്കും എന്നുള്ളതാണ്. ഇല്ല എന്നല്ല, കുറവായിരിക്കും. കാരണം ഇവർക്ക് മിക്കപ്പോഴും അകത്തേക്ക് പോകാനുള്ള ആ ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്നത് ഓപ്പൺ ടീമിന്റെ മിഡ്ഫീൽഡ് ആയിരിക്കും. സോ ഇവർക്ക് മിക്കപ്പോഴും ആ ഒരു എക്സ്ട്രീം വൈഡിലൂടെ പന്തുമായിട്ട് ക്യാരി ചെയ്ത് മുന്നോട്ടേക്ക് പോയി ക്രോസ് കൊടുക്കാനുള്ള പോസിബിലിറ്റീസ് ആയിരിക്കും മിക്ക സിറ്റുവേഷൻസിൽ വരുന്നത്. അവർക്ക് കൂടുതൽ സ്പേസ് കവർ ചെയ്യേണ്ടി വരും, ഡ്രിബിൾ ചെയ്യേണ്ടി വരും, ക്യാരി ചെയ്യേണ്ടി വരും. ഇൻസൈഡിലേക്ക് പോകാനുള്ള ഓപ്ഷൻസും കുറവായിരിക്കും. ആൻഡ് ഇവിടെയും ഫുൾ ബാക്ക് ആൻഡ് വിങ്ങേഴ്സിന്റെ കോമ്പിനേഷനുള്ള പോസിബിലിറ്റീസും കുറവായിരിക്കും. ഈ 2 പേരും വെർട്ടിക്കലി പാരലൽ ആയിട്ട് വരുമ്പോൾ അറ്റ് എ ടൈം ഒരാൾക്കായിരിക്കും മുന്നോട്ട് കയറി പോകാൻ സാധിക്കുക, അയാൾക്ക് പിറകിലായിട്ടായിരിക്കും ഈ ഫുൾ ബാക്ക് വരിക. ഇനി 4-3-3 വിങ്ങറിന്റെ സ്റ്റാർട്ടിംഗ് പൊസിഷൻ അല്ലെങ്കിൽ അവിടേക്ക് ഒരു ബിൽഡപ്പ് പാസ് വരുമ്പോഴുള്ള ഈ ഒരു പ്ലെയറിന്റെ റിയാക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, നേരത്തെ പറഞ്ഞ ഒരു സെന്റർ സർക്കിൾ ഒന്നും ആയിരിക്കില്ല, അതിന് കുറച്ചുകൂടി അപ്പുറത്തായിട്ട് ആ ഒരു ഓപ്പോസിറ്റ് ടീമിന്റെ
ടീമിന്റെ ആ ഒരു ഏരിയയിലായിരിക്കും മിക്കപ്പോഴും വിങ്ങേഴ്സിന്റെ പോഷൻ കാണുക. പക്ഷേ ഏത് രീതിയിൽ ഇവരിലേക്ക് പാസ് വന്നാലും ഇവർക്ക് മിഡ് ഒരു പ്രശ്നമായിട്ട് വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. ആ മിഡ് ഇവരുടെ സ്റ്റാർട്ടിംഗ് പോഷൻ കൊണ്ട് തന്നെ ഓൾറെഡി മറികടന്നിട്ടായിരിക്കും നിൽക്കുക. സോ നേരെ ഡയറക്ട്ലി ഇവർക്ക് ആ ഒരു ഡിഫൻസീവ് ലൈനായിട്ടായിരിക്കും ബാറ്റിൽ വരുന്നത്. ഇവർ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് സ്പേസ് ഇവർക്ക് കവർ ചെയ്യേണ്ടി വരില്ല. മുന്നോട്ടേക്ക് ഒരുപാട് പന്തുമായിട്ട് ക്യാരി ചെയ്യേണ്ടതിന്റെ ആ ഒരു ആവശ്യം വരില്ല. കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഇവർക്ക് ആ ഒരു ബോക്സിന്റെ ഏരിയയിലേക്ക് അല്ലെങ്കിൽ ഒരു ക്രോസ് കൊടുക്കാൻ പറ്റുന്ന സിറ്റുവേഷൻസിലേക്കോ എത്താൻ സാധിക്കും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇൻസൈഡിലേക്കുള്ള മൂവ്മെന്റ്സിനുള്ള ഒരു പോസിബിലിറ്റിയാണ്. ഇവിടെയും മിഡിനെ ടാക്കിൾ ചെയ്യുന്നതുകൊണ്ട് അല്ലെങ്കിൽ മിഡിനെ മറികടക്കുന്നതുകൊണ്ട് തന്നെ ഇൻസൈഡിലേക്ക് പോകാനുള്ള ഓപ്ഷൻസും ഔട്ട്സൈഡിലേക്ക് പോകാനുള്ള ഓപ്ഷൻസും ഒരുപോലെ ഇവർക്ക് തുറന്നു കിട്ടും. അത് ഡിഫൻസിനെ ഒന്ന് ഷെയ്ക്ക് ചെയ്യാൻ ഈ പറഞ്ഞ ഡിഫൻസീവ് ലൈൻ്റെ ഫ്രണ്ടിൽ വെച്ച് കിട്ടുമ്പോൾ നമുക്ക് ഇൻസൈഡിലേക്കും ഔട്ട്സൈഡിലേക്കും പോകാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇങ്ങനെ വിങ്ങർ ഇൻസൈഡിലേക്ക് പോകുമ്പോൾ ഇവിടെ ഫുൾ ബാക്ക് ആൻഡ് വിങ്ങറുള്ള കോമ്പിനേഷൻസും കൂടുതലായിട്ട് വരും. വിങ്ങർ ഇൻസൈഡിലേക്ക് നിൽക്കുകയാണെങ്കിൽ ആ പാത്ത് ഈ ഫുൾ ബാക്കിന് ഓപ്പൺ ആയിട്ട് വരും. നേരത്തെ ഒരു വെർട്ടിക്കലി പാരലായിട്ട് ഒരു തടസ്സം പോലെ വിങ്ങർ വരുമെങ്കിൽ ഇവിടെ തടസ്സമില്ലാതെ മുന്നിൽ വിശാലമായുള്ള ഒരു റോഡ് അവർക്ക് മുന്നിലുണ്ടാവും. ആ റോഡിലൂടെ അവർക്ക് മുന്നോട്ട് കയറി വരാൻ പറ്റും. സോ ഈ മൂന്ന് സിറ്റുവേഷനും മറ്റേ സൈഡിൽ 4-4-2 ഒരു ഡീമെറിറ്റ് ആയിട്ട് അല്ലെങ്കിൽ പ്രശ്നമായിട്ട് പറഞ്ഞതാണ്. അതെല്ലാം ഇവിടെ ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടി നന്നായിട്ട് വരുന്നുണ്ട്. സോ ഇതാണ് ബിൽഡപ്പ് സിറ്റുവേഷൻസിൽ ഇവരിലേക്ക് പന്ത് കിട്ടുമ്പോൾ ഒരു മെജോറിറ്റി കേസസിലും വരുന്ന ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കേസ് എന്ന് പറയുന്നത് ട്രാൻസിഷൻ ആണ്. റിക്കവർ ചെയ്ത ശേഷം പന്ത് മുന്നോട്ട് പോകുന്ന അല്ലെങ്കിൽ അറ്റാക്കിലേക്ക് പോകുന്ന ആ ഒരു സിറ്റുവേഷൻ. അവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ 4-4-2 വിങ്ങേഴ്സിലേക്ക് വരാണെങ്കിൽ അവർക്കൊരു സ്പെസിഫിക് ഡിഫൻസീവ് ഡ്യൂട്ടീസ് പലപ്പോഴും കൊടുക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ ലൂണെ നോക്കുകയാണെങ്കിലും സഹലിനെ നോക്കുകയാണെങ്കിലും ബ്രൈസ് മൊറാൻഡെ നോക്കുകയാണെങ്കിലും ഓപ്പോസിറ്റ് ടീം മുന്നോട്ട് കയറി വരുന്നതിനനുസരിച്ച് ഇവർ പിന്നോട്ടേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. മെജോറിറ്റി സിറ്റുവേഷനിലും ആ ടീമിന്റെ ഫുൾ ബാക്കിനെ മാർക്ക് ചെയ്യാനുള്ള ഡ്യൂട്ടി വരുന്നത് ഈ വിങ്ങേഴ്സിനായിരിക്കും. സോ ഫുൾ ബാക്ക് മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ടീമിന്റെ അറ്റാക്ക് മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ഇവരും പിറകോട്ട് ഇറങ്ങി വരും. സോ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ പന്ത് റിക്കവർ ചെയ്ത് കഴിഞ്ഞാലും ഒരു കൗണ്ടറിനുള്ള അല്ലെങ്കിൽ നല്ലൊരു പോർഷനിലായിരിക്കണം എന്നില്ല ഈ വിങ്ങേഴ്സ് ഉണ്ടാവും. അവരും ഡിഫൻസീവ്ലി ഇവരുൾപ്പെടെയുള്ള ടീം യൂണിറ്റ് ആയിട്ട് മുന്നോട്ട് വരാനായിരിക്കും ശ്രമിക്കുക. സോ അവിടെ ഒരു കൗണ്ടർ അറ്റാക്കിനുള്ള പോസിബിലിറ്റീസോ അല്ലെങ്കിൽ അവർക്ക് ആ റിക്കവർ ചെയ്തതിനു ശേഷം പന്ത് കിട്ടുമ്പോൾ ഇവരുകൂടി ചേർന്ന് അറ്റാക്കിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു രീതിയിലായിരിക്കും റിക്കവർ ചെയ്തതിന് ശേഷമുള്ള 4-4-2 വിങ്ങേഴ്സിന്റെ പോസിഷനിങ് വരുന്നത്. എന്നാൽ നമ്മൾ 4-3-3 വരാണെന്നുണ്ടെങ്കിൽ അവിടെ ഈ വിങ്ങേഴ്സിനെ ഡിഫൻസീവ് ഡ്യൂട്ടീസ് അമിതമായിട്ട് കൊടുക്കാറില്ല. ഓപ്പോസിറ്റ് ടീമിന്റെ ഫുൾ ബാക്സ് ഓവർലാപ്പ് ചെയ്ത് പോയാലും അവിടെ നമ്മൾ നോവയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈമാനെയോ അധികമായിട്ട് ഡിഫൻസിലേക്ക് കാണുന്നില്ല. വളരെ ചുരുങ്ങിയ സിറ്റുവേഷൻസിൽ മാത്രമാണ് സൈഫിനൊക്കെ കൂട്ടായിട്ട് നമ്മൾ ഡിഫൻസീവ്ലി വന്ന് നോവ ഹെൽപ്പ് ചെയ്യുന്നത് കാണുന്നത്. ആ ഡ്യൂട്ടീസ് കൂടുതലും പോകുന്നത് നമ്മുടെ മിഡിലെ ഏതെങ്കിലും ഒരു പ്ലെയറിനാണ്. മിഡിൽ 3 പ്ലേയേഴ്സ് ഉള്ളതുകൊണ്ട് അവരൊന്ന് ഷിഫ്റ്റ് ചെയ്ത് ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ മാറിയിട്ട് ആ വിങ്ങിൽ ഓവർലാപ്പ് ചെയ്യുന്ന ഫുൾ ബാക്കിനെ മാർക്ക് ചെയ്യുക, ആ ഒരു ഡ്യൂട്ടി മിഡിന് കൊടുക്കും. സോ അതുകൊണ്ട് തന്നെ ഈ വിങ്ങറിന് അമിതമായിട്ട് ഇറങ്ങി വരേണ്ടതിൻ്റെയോ ഡിഫൻസീവ് ഡ്യൂട്ടീസ് എടുക്കേണ്ടതിൻ്റെയോ ഒരു ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ സ്റ്റാർട്ടിംഗ് പൊസിഷൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു സൈഡിൽ അഡ്വാൻസ് ആയിട്ട് നിൽക്കുകയും ചെയ്യും. സോ ഈ സിറ്റുവേഷൻസിൽ പന്ത് റിക്കവർ ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മൾ വിങ്ങിലേക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ പറഞ്ഞ സൈഡിൽ ആ ഫുൾ ബാക്ക് കയറിപ്പോയ ആ സ്പേസ് നല്ല രീതിയിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ സാധിക്കും. അവിടെ അവരിലേക്ക് പന്ത് എത്തിയാൽ മാത്രം മതി, ആ ഡിഫൻസ് ഓൾറെഡി പൊട്ടി. ഈ സംഭവം വെച്ചിട്ട് നമ്മൾ ഒരുപാട് ഗോളുകൾ പ്രത്യേകിച്ചും കഴിഞ്ഞ മാച്ചിൽ തന്നെ വിങ്ങർ ഈ രീതിയിൽ കൗണ്ടർ അറ്റാക്ക് ചെയ്ത് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പന്ത് റിക്കവർ ചെയ്തിട്ട് വിങ്ങറിലേക്ക് കൊടുത്തിട്ട് ഗോൾ സ്കോറിംഗ് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ തുറന്നെടുത്തിട്ടുണ്ട്. സോ ഇവിടെ കുറച്ചുകൂടി അഡ്വാൻസ് ആയുള്ള പൊസിഷൻ കിട്ടുമ്പോൾ തന്നെ അത് ബിൽഡപ്പിലാണെങ്കിലും കൗണ്ടറിലാണെങ്കിലും ഗോൾ സ്കോറിംഗ് സിറ്റുവേഷൻസ് ആ വിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് വഴി ഗോൾ സ്കോറിംഗ് സിറ്റുവേഷൻസ് കൂടുതൽ നമ്മുടെ 4-3-3 വിങ്ങറിന് കിട്ടുന്നുണ്ട്. സോ ഇനി നമുക്ക് ആ ഒരു വിങ്ങിൽ നിന്ന് മാറിയിട്ട് നേരെ മിഡിലേക്ക് പോകാം. മിഡിലേക്ക് വരുമ്പോൾ അവിടെ 4-4-2 വേഴ്സസ് 4-3-3 കമ്പയർ ചെയ്യുമ്പോൾ ഓൾറെഡി നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് ആണ്. 4-4-2 2 പേര് ഡബിൾ പിവറ്റായിട്ട് കളിക്കുന്ന 2 പേരായിരിക്കും അവിടെ സെൻട്രലി ഉണ്ടാവുക. അതേസമയം 4-3-3 3 പേരുണ്ടാവും. ഈ ഒരു ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് കൊണ്ട് നമുക്ക് നല്ല രീതിയിലൊരു ബാലൻസ്, അത് അറ്റാക്കിലും ഡിഫൻസിലും കൂടുതൽ ബാലൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. 4-4-2 ആ 2 ഡബിൾ പിവറ്റ് വരുമ്പോൾ ഇവർ ഡിഫൻസീവ്ലി ആയിരിക്കും കൂടുതൽ സപ്പോർട്ട് ചെയ്യാനും ഡിഫൻസീവ്ലി ആയിരിക്കും ഇവർക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. ഒഫൻസീവ്ലി ചാൻസസ് ക്രിയേഷൻ, ഒഫൻസീവ് സപ്പോർട്ട്, ആ സംഭവങ്ങളിലൊക്കെ ഇവർക്ക് കുറച്ച് കുറവായിട്ടായിരിക്കും കാണാൻ സാധിക്കാം. ഇപ്പോൾ ഈ 4-4-2 ഈ 2 പേരെ വരുമ്പോൾ അവരൊരു മെജോറിറ്റി സിറ്റുവേഷനിലും പാരലലി തന്നെ മൂവ് ചെയ്യും, പാരലി തന്നെ ബാക്കിലേക്ക് ഇറങ്ങും. ഈ ഒരു സംഭവമായിരിക്കും നമ്മൾ കാണും. ഓപ്പണന്റ് ടീമിന്റെ ഹാഫിലാണ് കളി നടക്കുന്നതെങ്കിൽ ഈ 2 പേര് മുന്നോട്ടേക്ക് കയറി വന്നിട്ട് ആ ഒരു ഓപ്പണന്റ് ഹാഫിലേക്ക് പോഷൻ പിടിക്കും. അതേസമയം ഡിഫൻസിലേക്ക് വരാണെങ്കിൽ ഈ 2 പേരും ഒരുപോലെ ഇറങ്ങി വന്ന് ഡിഫൻസിലേക്ക് വരും. ഈ സംഭവം ആക്ച്വലി ഡിഫൻസീവ്ലി 4-4-2 ഒരു സ്റ്റെബിലിറ്റി കൊടുക്കുന്നുണ്ട്. പക്ഷെ അറ്റാക്കിന്റെ കേസിൽ അതല്ല കാര്യം. ഒരാൾക്ക് ഡിഫൻസീവ് ഡ്യൂട്ടി, ഒരാൾക്ക് മുന്നോട്ട് പോകുന്ന ആ ഒരു ഡ്യൂട്ടി കൊടുക്കുന്നത് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഹോളിൽ ഒരു പ്ലെയറിന് മിസ്സാവുന്നുണ്ടെന്നുള്ളതാണ്. 4-4-2 കളിക്കുന്ന സിറ്റുവേഷനിൽ നമ്മൾ ജസ്റ്റ് ആ ഫോർമേഷൻ നോക്കുകയാണെങ്കിൽ അവിടെ നമ്മുടെ സ്ട്രൈക്കേഴ്സിനും മിഡിനും പിറകിലായിട്ട് വരുന്ന ഹോളുണ്ട്. ആ ഹോൾ എന്ന് പറയുന്നത് വലിയ രീതിയിൽ പ്രശ്നമായിട്ട് അറ്റാക്ക് സൈഡിൽ വരാറുണ്ട്. പല കോച്ചുമാരും പല രീതിയിൽ ഇതിനെ മറികടക്കാറുണ്ട്. ഇപ്പോൾ ഇവാൻ വൂക്കമനോച്ച് ആണെങ്കിൽ നമ്മുടെ ലൂണെ ഒരു ക്രിയേറ്റീവ് പ്ലെയറായിട്ട് വിങ്ങിൽ കളിപ്പിച്ച് അവിടെ ഒരു ഫ്രീ റോൾ കൊടുത്ത് അദ്ദേഹത്തിന് എല്ലായിടത്തും എത്താൻ പറ്റുന്ന രീതിയിലും ഒരു സ്ട്രൈക്കറിനെ ഇപ്പോൾ ഫസ്റ്റ് സീസണിൽ അത് വാസ്കസ് ആയിരുന്നു, അദ്ദേഹത്തെ ഡ്രോപ്പ് ചെയ്ത് കളിച്ച് ഈ പറഞ്ഞ പോലെ ആ ഒരു ഗ്യാപ്പ് അടച്ചിട്ടൊക്കെ ഫസ്റ്റ്
ഫസ്റ്റ് സീസൺസിൽ ഇവാൻ വുക്കോമനോവിച്ച് റിസൾട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഓൺ പേപ്പറിൽ നോക്കുകയാണെങ്കിൽ ഈ ഗ്യാപ്പ് എപ്പോഴും മറികടക്കേണ്ട ഒരു ആൾട്ടർനേറ്റീവ് പ്ലാൻ കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ്. ഈ പ്രശ്നം പേപ്പറിൽ 4-3-3 ഇല്ല എന്നുള്ളതാണ്. അറ്റ് ദ സെയിം ടൈം ഒരു ക്രിയേറ്റീവ് പ്ലെയർ, ഒരു പ്ലേ മേക്കറിനെ, ലൂണയെ പോലെ ഒരു പ്ലെയറിനെ സെൻട്രലിൽ കളിക്കാനുള്ള ഒരു ഓപ്ഷനും ഈ ഒരു ഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 4-3-3 നമ്മൾ സെൻട്രലിൽ നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ വി ഷേപ്പായിട്ടും ട്രയാങ്കിൾ ഷേപ്പായിട്ടും അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഡിഫൻസിലേക്ക് വരുമ്പോൾ ആ 3 പേരിൽ 2 പേര് പാരലൽ ഇറങ്ങിക്കഴിഞ്ഞാൽ 4-4-2 കിട്ടുന്ന അതേ സ്റ്റെബിലിറ്റി നമുക്ക് ഡിഫൻസിൽ ഈ 2 പേര് ചേർന്ന് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. അതേസമയം മുന്നോട്ട് പോകുമ്പോൾ വേണമെങ്കിൽ 2 പേർക്ക് അവിടെ നിൽക്കാം, അല്ലെങ്കിൽ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറിനൊപ്പം ഒരാൾ കൂടി ജോയിൻ ചെയ്യാം. അങ്ങനെ വരുമ്പോഴും ഒരാളുടെ ബാക്കപ്പ് ഇവിടെ ഉണ്ട്. സോ ഇവിടെ വരുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ബാലൻസ് ആണ്. ഡിഫൻസിലേക്ക് പോകണമെങ്കിൽ അവിടെ 2 പേരെ കിട്ടും, ഒഫൻസിലേക്ക് പോകണമെങ്കിൽ അവിടെയും 2 പേരെ കിട്ടും. സെയിം ടൈം ഡിഫൻസിലും ഒഫൻസിലും സ്പെസിഫിക് ആയിട്ട് ഒരാളുണ്ട്. ഒരു ക്രിയേറ്റർ ഫ്രണ്ടിലുണ്ട്, ഒരു ഡിസ്ട്രോയർ ഫ്രണ്ടിലുണ്ട്. മറ്റേ പ്ലെയറിനാണ് ഈ 2 പേരെയും തമ്മിൽ കണക്ട് ചെയ്യാനുള്ള ഡ്യൂട്ടി വരുന്നത്. സോ ഇവിടെ ഗ്യാപ്പ്, ആ ഹോൾ ഇവിടെ ഇല്ല. അങ്ങനെ വരുന്ന ഗോൾ സ്കോറിംഗ് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ ഓൾറെഡി തന്നെ ബ്ലാസ്റ്റേഴ്സിൽ കണ്ടു കഴിഞ്ഞു. ഡാനിഷ് ഫാറൂഖ് ആണെങ്കിലും ലൂണ ആണെങ്കിലും ഈ പറഞ്ഞ ഫ്രണ്ടിൽ നിൽക്കുന്ന 3 പേർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ബോളുകൾ. സോ ഇനി നമുക്ക് ആ ഒരു സ്ട്രൈക്കിംഗ് സോൺ അല്ലെങ്കിൽ ഫ്രണ്ടിലേക്ക് പോകാം. സോ ഇവിടെ കുറച്ചുകൂടി 4-4-2 ആ ഒരു പോയിന്റ് കിട്ടുന്നുണ്ട്. ഇവിടെ 2 സെന്റർ ഫോർവേഡ് ഉണ്ടെങ്കിൽ നമ്മുടെ 4-3-3 ഒരു ലോൺലി സ്ട്രൈക്കറാണ്. ഈ 2 സെന്റർ ഫോർവേഡ് വരുമ്പോൾ അത് ഒട്ടുമിക്ക സിറ്റുവേഷനിലും അറ്റാക്കിംഗ് വൈസ് നമുക്ക് ബെനിഫിറ്റ് ആണ്. ഇപ്പോൾ ഒരു ടാർഗറ്റ് മാൻ എന്ന രീതിയിൽ കളിക്കുമ്പോൾ ആ ഒരു പ്ലെയറിനെ 2 സെന്റർ ബാക്കിന് ചേർന്ന് മാർക്ക് ചെയ്യാൻ എളുപ്പമാണ്. അറ്റ് ദ സെയിം ടൈം 2 പേര് വരുമ്പോൾ ഈ 2 പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് കളിക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അത് വുക്കോമനോവിച്ച് നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് സീസണിൽ ഡയസ് വാസ്കസ് ആണെങ്കിലും അതിനുശേഷം ജിയാനോ ദിമിത്രിയോസ്, 3ാമത്തെ സീസണിൽ പെപ്ര ദിമിത്രിയോസ്, ഇവർ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് കളിക്കുന്ന, ഇവരിലേക്ക് ഒരു പാസ് കെട്ടിക്കഴിഞ്ഞാൽ ഇവർക്ക് പാരലൽ കളിക്കാൻ അല്ലെങ്കിൽ ഫ്രണ്ടിലേക്ക് കളിക്കാൻ ഓപ്ഷൻസ് എപ്പോഴും അവൈലബിൾ ആവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ജിയാനോയുടെ അസിസ്റ്റിൽ ദിമിത്രിയോസ് സ്കോർ ചെയ്യുന്നു, വാസ്കസിന്റെ അസിസ്റ്റിൽ ഡയസ് സ്കോർ ചെയ്യുന്നു, പെപ്രയും ദിമിത്രിയോസും ഒരുമിച്ച് കളിക്കുന്നു. ഈ ഒരു കോമ്പിനേഷൻ എപ്പോഴും ഡിഫൻഡേഴ്സിന് തലവേദന ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. ആ ഒരു പോസിബിലിറ്റി ഇവിടെ നമ്മുടെ ലോൺലി സ്ട്രൈക്കറിനില്ല. അതിലേക്ക് ഒരു പാസ് കിട്ടിക്കഴിഞ്ഞാൽ അതിന് പാരലൽ കളിക്കാനുള്ള ഓപ്ഷൻസ് ഇല്ല. അതായത് ഫ്രണ്ടിലേക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സൈഡിലെ ക്ലോസ് റേഞ്ചിൽ കളിക്കാൻ ഒരു പ്ലെയറിന്റെ ഓപ്ഷൻ ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ മിക്കപ്പോഴും ബാക്ക് പാസിലേക്കോ അല്ലെങ്കിൽ സൈഡ് വേസ് ആയിട്ടുള്ള പാസുകളിലേക്കോ ഒരുപാട് ഇറങ്ങി നിന്ന് കളിക്കേണ്ടതിന്റെ ഒരു ആവശ്യം വരും. അതുപോലെ തന്നെ ക്രോസുകളൊക്കെ ബോക്സിനകത്തേക്ക് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ഈ ടാർഗറ്റ് മാനെ മാർക്ക് ചെയ്താൽ മതി എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് ഓപ്പോസിറ്റ് ടീം എത്തുകയും ചെയ്യും. സോ അവിടെ ഒരു അഡ്വാൻറ്റേജ് ഈ 4-4-2 സ്ട്രൈക്കേഴ്സിന് കിട്ടുന്നുണ്ട്. പക്ഷേ ഇവിടെയും അതിനെ മറികടക്കാനുള്ള പല ഓപ്ഷൻസും നിലവിൽ ബ്ലാസ്റ്റേഴ്സ് ട്രൈ ചെയ്യുന്നുണ്ട്. ലോൺലി സ്ട്രൈക്കറായിട്ട് പെപ്രയെ ഉപയോഗിക്കുമ്പോൾ തന്നെ ഒരു ക്രോസ് വരാണെങ്കിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്നൊരു ക്രോസ് ഐമൻ കൊടുക്കുമ്പോൾ അവിടെ പെപ്രയുണ്ട്. അതുപോലെ തന്നെ വിങ്ങർ ആയിട്ടുള്ള നോവ ബോക്സിനകത്തേക്ക് വരുന്നുണ്ട്. ഇവർക്കൊപ്പം തന്നെ നമ്മുടെ AMFന്റെ പോർഷനിങ്, അതിന് കിട്ടുന്ന അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പോർഷൻ, അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു സെക്കൻഡ് സ്ട്രൈക്കർ ആയിട്ട് കൂടി ഇവിടെ ആക്ട് ചെയ്യാം. ആൻഡ് ക്രോസസ് വരുമ്പോൾ അത്രയും ക്ലോസ് ആയിട്ടായിരിക്കും ബോക്സിന്റെ ഏരിയാസിൽ ലൂണ അല്ലെങ്കിൽ AMF നിൽക്കുന്നത്. സോ അദ്ദേഹത്തിന് ബോക്സിനകത്തേക്ക് വന്ന് സപ്പോർട്ട് കൊടുക്കാം. സോ അവിടെയും ഈ പറഞ്ഞ പോലെ മറികടക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. സോ ചുരുക്കി പറയുകയാണെങ്കിൽ അറ്റാക്കിംഗ് വൈസ് നമുക്ക് കുറച്ചധികം ഓപ്ഷൻസും, പ്രത്യേകിച്ച് അറ്റാക്കിംഗ് വിട്ട് അതുപോലെ തന്നെ മിഡിൽ നിന്നുള്ള സപ്പോർട്ട്, അതുപോലെ തന്നെ ലോൺലി സ്ട്രൈക്കർ ആണെങ്കിലും ആ ഒരു AMFന്റെ സെക്കൻഡ് സ്ട്രൈക്കർ സപ്പോർട്ട്, ഇതൊക്കെ വരുമ്പോൾ 4-4-2 കൂടുതൽ ഓവർലോഡ്, ഒഫൻസീവ് ഓവർലോഡും അറ്റാക്കിംഗ് ഓപ്ഷൻസും പാറ്റേൺസ് നമുക്ക് 4-3-3 തുറന്നെടുക്കാൻ സാധിക്കും. അത് തന്നെയായിരിക്കണം ടീം വീക്ക് ആണെങ്കിലും അവർക്കെതിരെ ഇത്രയധികം ഗോൾ സ്കോറിംഗ് ഓപ്ഷൻസ് തുറന്നെടുക്കാൻ ബ്ലാസ്റ്റേഴ്സിന് ഹെൽപ്പ് ചെയ്യുന്നൊരു ഫാക്ടർ. ആൻഡ് പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ നമ്മൾ അറ്റാക്കിനെ പറ്റി മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. ഈ അറ്റാക്ക് എന്ന് പറയുന്നത് ഇത്രയധികം ഓവർലോഡ് വരുമ്പോൾ ഡിഫൻസിൽ ഈ പറഞ്ഞതെല്ലാം ഒരു വീക്ക്നെസ് ആയിട്ട് വരാനുള്ള ചാൻസ് ആണ്. അത് നമ്മൾ ഇതുവരെയും ഡ്യൂറന്റ് കപ്പിൽ കണ്ടിട്ടില്ല. അത് കണ്ടു കഴിഞ്ഞാലാണ് ഇതിന്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വീക്ക്നെസ്സുകൾ കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. 4-4 ഉണ്ടായിരുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഡിഫൻസീവ് സ്റ്റെബിലിറ്റിയാണ്. ആ ഡിഫൻസിൽ നിന്നുകൊണ്ട് നമ്മൾ അറ്റാക്ക് ചെയ്യാനാണ് ശ്രമിച്ചത്. പക്ഷേ ഇവിടെ അറ്റാക്കാണ് മെയിൻ. അതിൽ നിന്ന് നമ്മൾ ഡിഫെൻഡ് ചെയ്യാൻ, ട്രാക്ക് ബാക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമാണ് 4-3-3 ഉള്ളത്. അത് വിനയായിട്ട് വരുന്ന, വീക്കായിട്ട് വരുന്ന ഏരിയയാണ് ഡിഫൻസ്. അതിനെപ്പറ്റി നമ്മൾ അടുത്ത വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട്. ഈ വീക്ക് ടീമുകൾ ഒരുപാട് നമ്മുടെ മുന്നോട്ട് കയറി വന്ന് നമുക്ക് ഡിഫൻസീവ്ലി പണി തരാത്തത് കൊണ്ട് അറ്റാക്കിൽ ഈ പറഞ്ഞ സ്ട്രെങ്ത്തുകളെല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതിൽ നിന്നും ഗോൾ സ്കോറിംഗ് സിറ്റുവേഷൻസ് തുറന്നെടുക്കാൻ സാധിക്കുന്നുണ്ട്, കൂടുതൽ ഗോളുകൾ സ്കോർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു കണ്ടെത്തലിൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് കുറച്ചൊരു കാര്യങ്ങൾ ഈ പറഞ്ഞ അറ്റാക്കിൽ നമ്മൾ എന്തുകൊണ്ട് ഇത്രയധികം ഗോളുകൾ മുൻപ് അടിച്ചില്ല, ഇപ്പോൾ അടിച്ചു എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. സോ ഈ കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ കണ്ടെത്തലുകളും തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് എന്തായാലും മറ്റു വീഡിയോയിൽ കാണാം. ബൈ.